ജില്ലാ കമ്മിറ്റി മെമ്പറായതിന് ശേഷം അദ്ദേഹം പുതിയ ചില വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചൊരു വിഷയം. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് ടി ഐ മധുസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടി ഐ മധുസൂദൻ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റല്ല. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കൊരു സബ് കമ്മിറ്റിയുണ്ട്. ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി ഐ മധുസൂദനല്ല. ബാങ്കിൻ്റെ പ്രസിഡൻ്റല്ല, വൈസ് പ്രസിഡൻ്റല്ല, ആ ഭരണസമിതിയിലെ അംഗമല്ല. ബാങ്കിൻ്റെ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി ഐ മധുസൂദനല്ല. അപ്പോൾ ബാങ്ക് ഭരണസമിതി തീരുമാനപ്രകാരം ഈ സബ് കമ്മിറ്റി, പാർട്ടിയുടെ സബ് കമ്മിറ്റി തന്നെ പരിശോധിച്ചുകൊണ്ട് പാർട്ടി സബ് കമ്മിറ്റി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തിൽ അനുമതി തേടി നിയമപരമായി വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇതുമായി ഇതിൻ്റെ ചുമതലകളിലൊന്നും ഇല്ലാത്ത ടി ഐ മധുസൂദനെ എന്തിനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യം, സഖാവ് ഇപിക്ക് വേണ്ടി ടി ഐ മധുസൂദനൻ മുഖാന്തരം ഒരു ജ്യോത്സ്യൻ മുഖാന്തരം അമിത്ഷായെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് മറ്റൊരു ആക്ഷേപം. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. എന്തെങ്കിലും വിവരം നൽകാനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത് ഞാൻ അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങൾ അങ്ങ് കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് മറ്റൊന്നും അറിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ രേഖ നൽകാൻ വേണ്ടി പറയുന്ന സമയത്ത് രേഖയല്ല അദ്ദേഹം നൽകിയത്. ഇപ്പോൾ ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉന്നയിച്ച വിഷയവും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കെതിരായിട്ട് നടപടി വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയല്ല ഇത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന വിഷയം, തനിക്ക് വിയോജിപ്പുള്ള വിഷയം എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത്? ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിന് പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. എങ്ങനെ സംഭവിച്ചു? അപ്പോൾ ചർച്ചയായതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ച് പാർട്ടിക്ക് നിലപാട് വ്യക്തമാക്കണമായിരുന്നു. തെറ്റായ കാര്യമാണ്, ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് പാർട്ടി DC-യിൽ ഉന്നയിച്ചത്. പരിശോധിച്ചപ്പോൾ ഒരടിസ്ഥാനവുമില്ല. കമ്മീഷൻ വെച്ച് അന്വേഷിച്ചതാണ്, ഒരടിസ്ഥാനവുമില്ല. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത കാര്യം ഉന്നയിച്ച് ആ ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ആക്കിയത് വഴി പാർട്ടിയുടെ യശസ്സിനെയാണ് അത് കളങ്കമേൽപ്പിച്ചിട്ടുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി നടപടിയിലെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള ശാസന എന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയല്ല എന്നതുകൊണ്ട് ശാസന എന്ന് പറയുന്ന നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നടപടി വന്നപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ചാണ് എൻ്റെ പത്രക്കുറിപ്പിൽ അദ്ദേഹം നടപടി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും ശക്തമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് താൻ അംഗീകരിക്കുന്നു
എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്? വിഭാഗീയ ലക്ഷ്യങ്ങളോടെ ടി എ മസൂദനെ പൊതുമധ്യത്തിൽ താറടിക്കാൻ വേണ്ടി ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് അംഗീകരിക്കലല്ലേ?